കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. ഗൃഹ ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ നാളുകാരും അവരവരുടെ ഭവനത്തിന്റെ ഉത്തമമായ മുമ്പോട്ടുള്ള ഗതിക്ക് ശ്രദ്ധിക്കേണ്ടതും പരിപാലിക്കേണ്ടതും മാറ്റം വരുത്തേണ്ടതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ചില നിരീക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത്. അത്തം നക്ഷത്രം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. വീടിൻ്റെ വടക്കോട്ട് ദർശനമായി ഉള്ള മുഖദ്വാരം അഥവാ പ്രധാന വാതിലാണ് ഏറ്റവും ശുഭകരമായി കാണുന്നത്. അതേസമയം തെക്കോട്ട് ദർശനമായുള്ള വീട്ടിൽ താമസിക്കുന്നതും അത്തം നാളുകാർക്ക് കാര്യമായ ദോഷത്തെ ചെയ്യുന്നില്ല. എന്നാൽ തെക്കോട്ടുള്ള വാതിൽ തുറന്നിടുമ്പോൾ അതേ നേർരേഖയിൽ വീടിൻ്റെ വടക്കേ അറ്റം വരെ ഉൾഭിത്തികളിൽ വാതിലുകളോ ജനലുകളോ വാതായനങ്ങളോ ഉണ്ടായിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. തെക്കോട്ട് തുറന്നിടുന്ന വാതിലിൽ കൂടി നോക്കുന്ന പക്ഷം വീടിൻ്റെ വടക്കേ അറ്റം വരെ തടസ്സമേതും കൂടാതെയുള്ള ദർശനം ലഭിച്ചിരിക്കണം. അടുക്കളയുടെ സ്ഥാനം വടക്ക് കിഴക്കേ മൂലയിൽ ആയിരിക്കുന്നത് ഏറ്റവും നന്ന്. വീടിന് വെളിയിൽ വടക്കു മധ്യഭാഗത്തോ വടക്ക് കിഴക്കു ഭാഗത്തോ ആയി കിണർ വരുന്നത് ഉത്തമമാണ്. കന്യാകോണിൽ അഥവാ തെക്കു പടിഞ്ഞാറേ മൂലയിൽ ജലസംബന്ധമായുള്ള യാതൊന്നും ഉണ്ടായിരിക്കുവാൻ പാടുള്ളതല്ല. വീടിനുള്ളിൽ വീട്ടിലേക്ക് കയറി വരുന്ന ആൾക്ക് വ്യക്തമായി കാണത്തക്ക വിധത്തിൽ ഒരു ബുദ്ധപ്രതിമ സ്ഥാപിക്കുന്നത് അത്തം നാളുകാരെ സംബന്ധിച്ച് ഏറ്റവും സൗഭാഗ്യകരമാണെന്ന് കരുതുന്നു. മഴ പെയ്യുമ്പോൾ വീടിന് പുറത്തുള്ള പുരയിടത്തിൽ തെക്കു പടിഞ്ഞാറേ മൂലയിലേക്ക് ജലമൊഴുകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. ഉണ്ടെങ്കിൽ ആ ഭൂമിയുടെ കിടപ്പ് അത്ര ഉത്തമമല്ല എന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ അത് പരിവർത്തനപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ള സ്ഥിതിയാണെങ്കിൽ ആ കാര്യത്തിൽ കൂടുതൽ പ്രയാസപ്പെടേണ്ടതില്ല. പകരം ഗൃഹത്തിനുള്ളിൽ ഒരു വാസ്തു സുദർശന ബലി എന്ന ചടങ്ങ് നടത്തുകയും പ്ലാവിൻ്റെ തടിയിൽ തീർത്ത ഒരു പഞ്ചശിരസ് വീടിൻ്റെ ഉള്ളിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ദോഷം ഒരു പരിധിവരെ അകലുന്നതായി കാണാം. ചിത്തിര നക്ഷത്രക്കാർ ആദ്യ പകുതി കന്നിക്കൂറിലും അവസാന പകുതി തുലാക്കൂറിലുമായി വരുന്നു. വടക്ക് ദിക്കിലോ കിഴക്ക് ദിക്കിലോ ദർശനമായുള്ള വീട്ടിൽ താമസിക്കുന്നത് ചിത്തിര നാളുകാർക്ക് ഉത്തമമാണ്. വീടിനുള്ളിലെ അടുക്കള തെക്ക് കിഴക്കേ ഭാഗത്ത്, അതായത് അഗ്നികോണിൽ തന്നെ ആയിരിക്കണം. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുന്നത് ഏറ്റവും ഉത്തമം. കിണറിൻ്റെ സ്ഥാനം വീടിന് വെളിയിൽ വടക്ക് കിഴക്കേ മൂലയിലായിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായി കാണുന്നത്. കിടപ്പുമുറി തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് വരുന്നതും വളരെ ഉത്തമമായിരിക്കും. തെക്കു പടിഞ്ഞാറേ മൂലയിൽ ജലസംബന്ധമായ യാതൊന്നും ഉണ്ടായിരിക്കരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വീടിൻ്റെ പുറത്ത് കിഴക്ക് ദിക്കിലായി ഒരു ചെറിയ തറ കെട്ടി അതിൽ കൂവളം നട്ടു വളർത്തുന്നത് ചിത്തിര നാളുകാരെ സംബന്ധിച്ച് ഏറ്റവും വിശിഷ്ടമാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇങ്ങനെ നട്ടു വളർത്തുന്ന കൂവളം ഒരു കാരണവശാലും ഉണങ്ങിപ്പോവുകയോ ക്ഷയിച്ചു പോവുകയോ നശിച്ചു പോവുകയോ ചെയ്യാതെ വളരെ ജാഗ്രതയോടുകൂടി അതിനെ നിത്യവും പരിപാലിച്ചു കൊള്ളേണ്ടതാണ്. അങ്ങനെ നിത്യവും ശുഭമായി പരിപാലിച്ചു നിൽക്കുന്ന കൂവളവൃക്ഷം വീടിന് സകലവിധ ഐശ്വര്യങ്ങളും നൽകുന്നു. വീടിൻ്റെ ടെറസിൽ ഒരു മണി പ്ലാന്റ് നട്ടു വളർത്തുന്നതും ചിത്തിര നാളുകാർക്ക് വളരെ ഐശ്വര്യപ്രദമാണ്. ചോതി നക്ഷത്രം പൂർണ്ണമായും തുലാക്കൂറിൽ വരുന്നതാണ്. തെക്കോട്ട് ദർശനമായുള്ള വീട്ടിൽ താമസിക്കുന്നത് വളരെ ഉത്തമമാണ്. എന്നാൽ തെക്കോട്ടുള്ള പ്രധാന വാതിലിൻ്റെ അതേ നേർരേഖയിൽ വടക്കേ അറ്റം വരെ വീടിൻ്റെ ഉൾഭിത്തികളിൽ വാതിലുകളോ ജനലുകളോ വാതായനങ്ങളോ ഉണ്ടായിരിക്കണം.
തെക്കോട്ടുള്ള വാതിൽ തുറന്നിടുമ്പോൾ അതിലൂടെ നോക്കുന്ന ഒരാൾക്ക് വീടിൻ്റെ വടക്കേ അറ്റം വരെ തടസ്സങ്ങൾ ഏതുമില്ലാതെയുള്ള ദർശനം ലഭിച്ചിരിക്കുക എന്നതാണ് ഇതിൽ പ്രധാനം. വീടിൻ്റെ അടുക്കള വടക്ക് മധ്യഭാഗത്തിലോ വടക്ക് കിഴക്കേ മൂലയിലോ ആകാം. അതോടൊപ്പം വീടിന് പുറത്ത് കിണറിൻ്റെ സ്ഥാനവും വടക്ക് ദിക്കിലോ വടക്ക് കിഴക്കേ ദിക്കിലോ ആയിരിക്കുന്നത് ഉത്തമമാണ്. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിടപ്പുമുറി വരുന്നതാണ് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളത്. പടിഞ്ഞാറ് വടക്ക് മൂലയിലും കിടപ്പുമുറി ആവാം. ചോദ്യനാളുകാർ നീർമരുത് എന്ന വൃക്ഷത്തിൻ്റെ ഒരു തൈ ഒരു ചെറിയ ചട്ടിയിലാക്കി വീടിന് തെക്കുവശത്ത് നട്ടുവളർത്തി സൂക്ഷിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അതോടൊപ്പം തെക്കു പടിഞ്ഞാറേ മൂലയിൽ വെളിയിൽ വളരുന്ന പുളി മരം വീടിന് ഐശ്വര്യവും അഭിവൃദ്ധിയും പ്രദാനം ചെയ്യുന്നതാണ്. തെക്കുവശത്ത് ഒരു ചട്ടിയിൽ ലക്കി ബാംബു എന്നറിയപ്പെടുന്ന ചെറിയ ഇല്ലിമുളയുടെ തൈ നട്ടുവളർത്തുന്നതും വളരെ ഉത്തമമായിരിക്കും. നിങ്ങൾ കാലങ്ങളായി താമസിച്ചു വരുന്ന വീടിന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ തന്നെ ശരിയായ വിധത്തിൽ വാസ്തു സുദർശനം എന്ന ക്രിയ നടത്തി അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. വീടിൽ ഒരു പൊളിച്ചുപണി ഉടനെ നടത്തണമെന്ന് നിർബന്ധമില്ല. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.